ഇതുപോലുള്ള ബിസിനസ്സുകൾക്കെല്ലാം തന്നെ നമ്മുടെ നാട്ടിലും സാധ്യതയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ച ദിവസങ്ങളാണ് കടന്നുപോയത്. ഇതൊരു ടീ ഷോപ്പാണ്. അടിപൊളി ചായ അതുപോലെ സ്നാക്സ് കാര്യങ്ങളൊക്കെ മാത്രം കിട്ടുന്ന ഒരു ഷോപ്പ്. ഇവിടെ മെയിനായിട്ടുള്ളത് സമൂസയും ചായയുമാണ്. നമ്മൾ മുന്നേ കാണിച്ചിട്ടുണ്ട് ബിരിയാണി ചെമ്പിൽ ചായ ഉണ്ടാക്കിയിട്ട് കച്ചവടം ചെയ്യുന്ന ഒരുപാട് കടകൾ. അതിൽപ്പെട്ടൊരു കടയാണ് ഈ കാണുന്നതും. ഈ ടേബിളിൻ്റെ ഒരു പ്രത്യേകത, സിമൻറ്റിലാണ് ഈ ടേബിള്. പിന്നീട് ഇവിടെ ഉള്ളൊരു പ്രത്യേകത, ഇതെല്ലാം തന്നെ ഇങ്ങനെ ഒഴിഞ്ഞ് കിടക്കുകയാണ്. എത്ര ആൾക്കാർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും ഒഴിഞ്ഞ് ഇങ്ങനെ സംസാരിച്ച്, അല്ലെങ്കിൽ നമുക്കൊരു എൻ്റർടൈൻമെൻറ്റ് രീതിയിൽ, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് കാര്യങ്ങൾ ഒരാളെ മീറ്റ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒഴിഞ്ഞിരിക്കാൻ പറ്റിയ ഏരിയകളാണെന്നുള്ളതാണ്. കടകൾ ഒരു റൂമിലോ അല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിൻ്റെ ഉള്ളിലോ ഒതുക്കിയിട്ടുണ്ടാവും. പിന്നീട് ഇതുപോലെ ഇങ്ങനെ ഒഴിഞ്ഞ് ഒരുപാട് ഏരിയയിൽ കസേരയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു ഗ്രൗണ്ട് മൊത്തം ഇതുപോലെ ആയിരിക്കും. നമുക്ക് എവിടെ ഇരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി ഇരിക്കാം എന്നുള്ളതാണ് ഇതുപോലത്തെ കടയുടെ പ്രത്യേകത. ഇതുപോലുള്ള കടകൾ നമ്മുടെ നാട്ടിലും വരികയാണ് എങ്കിൽ ഇപ്പോഴത്തെ ജനറേഷന് അത് യൂസ്ഫുള്ളായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോയത്. ഇവിടെ നമ്മൾ എത്ര നേരം ചിലവഴിച്ചാലും ഇവർക്ക് പ്രശ്നമില്ല. നമ്മൾ രാവിലെ വന്ന് വൈകിട്ടാണ് ഇവിടുന്ന് പോകുന്നത് എങ്കിലും പ്രശ്നമില്ല. ഇങ്ങനത്തെ ഒരുപാട് കടകളാണ് നമ്മൾ കാണുന്നത്. ഇനിയിപ്പോൾ ചെറിയ കടയാണെങ്കിലും ഇതുപോലത്തെ ഒരു സാഹചര്യം അവരവിടെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നതൊക്കെ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഒരാളെ മീറ്റ് ചെയ്യാൻ നമ്മൾ എവിടെ വെച്ച് ചെയ്യും എന്നൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ ഷോപ്പുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. കാരണം അവിടുന്ന് ചായയോ സ്നാക്സോ അല്ലെങ്കിൽ സിഗരറ്റോ കാര്യങ്ങളൊക്കെ വലിച്ചിങ്ങനെ, അല്ലെങ്കിൽ അത് നമ്മളവിടെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് നമ്മൾ ആ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉഷാറാക്കി നടത്താം എന്നുള്ളതാണ് ഇതുപോലത്തെ കടകളുടെ പ്രത്യേകത.